പല രീതിയിലും ഇപ്പോൾ TV തുറന്നാൽ അതുപോലെ നമുക്ക് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമും മറ്റും കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ചെറിയൊരു പരിപാടിയാണ്, ചെറിയ പരിപാടി, ഞങ്ങൾ അത് കണ്ട് മനസ്സ് നിൽക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ചെറിയൊരു ഐറ്റംസ് ഞങ്ങൾ കാഴ്ചവെക്കും. ഇനി ഞങ്ങൾ നമ്മളിപ്പോൾ സിനിമാ താരങ്ങളെ മറ്റുമൊക്കെ അനുകരിച്ച് വരാവുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അനുകരിച്ച് നോക്കണം. ആദ്യമായിട്ട് മധു. കറുത്തമ്മ, എനിക്ക് നിന്നോടൊന്നേ പറയാനോ, നീ എന്നെ വിട്ടു പോകുകയാണെങ്കിൽ ഈ കിടപ്പുറത്ത് പാടി ഞാൻ മടിക്കും. മാനസമൈനെ ഒരു മധുരം മധുവിനെ അനുകരിക്കുന്നതിലേക്ക് മധുവിന്റെ ഒരു സ്പർശ നടന്ന് ഞാനിവിടെ അനുകരിക്കാൻ ശ്രമിക്കാം. ഞങ്ങളോട് സുഹൃത്ത് ജാനകിയെ ഒന്ന് അനുകരിക്കും. കുമാർ സാറുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. लड़की को देखा तो ऐसा लगा जैसे അടുത്തതായി ലാലു അരസിനെ ഒന്ന് അനുകരിക്കുന്നു. എന്ത് നല്ലൊരു കല്യാണം എവിടെ വെച്ച് എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞാന് അതിന് പറയുന്നില്ല. അതിന് പൊറുക്കാത്ത ഒരു കാര്യമാണ്. ഞാനവിടെ എങ്ങനെയെങ്കിലും വളർത്തിക്കോണം. എങ്കിലും ഇനിയൊരു പാട്ടാവാം. വന്നാൽ നടകേറി പോവേണ്ടേ, അവിടെ നിന്ന് തലം കുത്തി ചാടേണ്ടേ. അടുത്തതായി ചേനോട് ആ പോകാൻ വേണ്ടി ഒരു കാപ്പി തന്നാൽ ഒരു തണുപ്പും അകറ്റമായിരുന്നു. മാർക്കോസിന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കാം. പാലിനാ പുഞ്ചിരി പൂമാ സുന്ദരി പൂവിടും ഹോറി പൂമകൾ ഫാത്തിമ പാലിലെ നാരികം അതെ മലയാളത്തിലെ കോളേജ് കുമാരികളുടെ സ്വപ്നകാമുകൾ മലയാളികളുടെ പ്രിയങ്കരൻ നടനുമായ ഇന്ദ്രൻസിനെ ഒന്ന് അനുകരിക്കേണ്ടത്. ഇന്റർനെറ്റിലും യൂട്യൂബിലും പൃഥ്വിരാജിന്റെ ഒരു പാട്ട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവണം അല്ലെ? എല്ലാവർക്കും കേട്ടിരിക്കാനാണ് സാധ്യത. റാണിയെ പോലുള്ള ഇന്റർനെറ്റ് ഭ്രാന്ത് പിടിച്ച യുവാക്കളൊന്നും കേൾക്കാൻ വേണ്ടി അലയുന്നുണ്ട്. അപ്പൊ ആ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ശബ്ദം അറിയുന്നു. പാട്ട് നരേന്ദ്രനെ ഒന്നായിരിക്കുന്നു. 16 വർഷം മുമ്പ് നെറ്റികളവ് ചോര വീണ പുഴക്കരയിലെ പൂരമന്റെ കയ്യിലെടുത്ത് ഈ അപ്പനോട് തെക്ക് ചെയ്തു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറോദിച്ച് തുടങ്ങി പോകുന്നില്ലല്ലോ. കാനിമംഗലത്തിന്റെ നാശം അത് പൊന്നുമാവട്ടെ, അതിന്റെ മേൽ കൂടെ നിലമ്പൊത്തട്ടെ എന്നിട്ട് തീരുമാനിക്കാം. ഈ അപ്പന്റെ കാത്തുനിൽക്കുന്ന പിന്നീടുകാരൻ എനിക്കൊന്നും പറയാനില്ല, ഒന്നും കേൾക്കാനും. നമ്മളാവശ്യം
ഇനിയൊരു കാര്യം ഞാൻ ഉണ്ടാക്കിയൊന്നും നോക്കിയിട്ടില്ല. ഞാൻ ആ മോഹൻലാലിനെ ഇതൊരു കുറേ കാലമായിട്ട് ഒന്ന് പൂജയിക്കാൻ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണോ നീ കാണിക്കണേ? നീ എന്റെ എണ്ണയുടെ ചേച്ചി കുടിക്കരുത്. ഉച്ചക്കല്ല ഒരാഴ്ച ചെറുക്കനെ അമ്മൂട്ടിനെ ഏഷ്യനത്തിലെ കണ്ണാടി എന്ന പ്രോഗ്രാമിൽ TN ഗോപകുമാർ സാറിനെ വന്നിരിക്കുന്നു. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. കണ്ണാടിയുടെ ഇന്നത്തെ എപ്പിസോഡുകൾ തുടങ്ങുന്നത് നമുക്ക് ചുറ്റുമുള്ള സാങ്കല്പിക പോരോ ഈ രീതിയിലുള്ള അതുകൊണ്ട് ടൈമില്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ചെറിയ കുട്ടിയുടെ ഗാനം, ചെറിയ കുട്ടികൾ 4 വയസ്സുള്ള കുട്ടികൾ പാട്ട് പാടും. ഒന്ന് ശ്രദ്ധിക്കും. മലയാള സിനിമയിൽ പൊടിപൊടി പോലെ നെടുമുടി വീണത് അറിയപ്പെട്ടു. അല്ല കണ്ടില്ല കേട്ടില്ല പറഞ്ഞ ഇങ്ങനെ കാര്യം പറയണ്ട. ഇഷ്ടമായില്ലേ? പോയിന്റുണ്ടോക്കെ അടുത്തതായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നറിയിക്കാം. എനിക്ക് കേരളത്തെക്കുറിച്ച് ഇവിടെ വളരെ സുതാര്യമായ രീതിയിലുള്ള കാര്യങ്ങളാണ് UDF സർക്കാർ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങളിങ്ങനെ തന്നെ മുന്നോട്ട് പോകും. നന്ദി, നമസ്കാരം. കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ MS കാലമായിട്ട് നിങ്ങളോട് പരിപാടിയിൽ ഇവിടെ പാണ്ടിക്കാടുമായിട്ട് നിങ്ങളോട് സ്റ്റേജും ഇതൊക്കെ കിട്ടിയിട്ട് ഇവിടെ കയറണമെന്ന് തുടങ്ങിയിട്ട് കുറേ കാലമായിട്ട് ഇത് ഇപ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയതും നിങ്ങളൊക്കെ കാണാൻ പറ്റിയതും നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. ഈ പരിപാടി കണ്ടതിന് ശേഷം നാളെ ഈ കിഴക്കേ പാണ്ടിക്കാടിലെ ചില മുതിർന്ന വ്യക്തികളിലുണ്ടാവുന്ന ഒരു പ്രതികരണം എങ്ങനെയാണെന്ന് പരിപാടിയൊക്കെ തിരക്കുള്ളൂ. മറ്റേ കുട്ടികളെ പരിപാടി ഉത്സാഹം പിന്നെന്താ ഇന്നത്തെ പരിപാടി 3 ചില പറയട്ടെ എന്താ പരിപാടി പേര് വിളിച്ചത് പരിപാടികൾ കൊളാക്കിട്ട് സജീർ ഒരു തൊഴിലോ നമ്മൾ കാര്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും പറഞ്ഞ കുട്ടി അതെന്ന് സുഹൃത്തുക്കളെ അടുത്തത് എന്റെ വർഗീയത്തിൽ ഞാൻ ഇന്നവരെ അനുകരിച്ചിട്ടില്ല. ഒന്ന് അനുകരിക്കാൻ സാധിക്കും. ഇത് അടിച്ചതല്ല, ചവിട്ടിയത്. അതും ശ്വാസിച്ച കാലുകൾക്കൊന്ന്. നിന്റെ കോയമ്പത്തൂരിലെ മായാട്ടിക്കുമ്പയാണ് ഇത് കൊച്ചിയ വിശ്വനാഥത്തെ കൊച്ചി. നീ വിജയരാഘവന്റെ 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 തൊണ്ടാക്കാനൊക്കെ വലിയ കമ്പുണ്ട്, വേക്കണ്ടേ. അടുത്തതായി ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇതുവരെ. ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കാം. കൊച്ചിനറിയാം.
എന്താ ആശ്രമത്തിൽ പുറത്തുള്ളൂ കുത്തി പോണത് പുറത്ത് ആ ഓ അടുത്തതായി നിങ്ങളുടെ ഈ പ്രോത്സാഹനം കൊണ്ട് ഞങ്ങൾ ഈ പ്രോത്സാഹനം കൊണ്ട് ഞങ്ങൾക്ക് ഉത്സാഹം കൂടിക്കൂടി വരും. അവസാനമായിട്ട് ഞങ്ങൾ കുതിരവട്ടം പാപ്പ ഒരു പാട്ട് വേണം പറഞ്ഞു ഇപ്പൊ ഒരു പാട്ട് കൂടി കഴിഞ്ഞവിടെ നമ്മൾ പരിപാടി തിരിച്ചുള്ള മഴ ഇല്ലാത്തൊരു പരിപാടി കഴിഞ്ഞ പാട്ടിക്കാട് ആദ്യമായിട്ട് കാണും. ഞങ്ങൾ അങ്ങനെ